ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കിയാലോ. ബ്രെഡും ഉണ്ട്, നമുക്ക് സൂപ്പർ യമ്മി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അതിങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് ഇട്ടാൽ മതി. അതിലേക്ക് പെട്ടെന്ന് കാരമലൈസായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് കാരമലൈസായി വന്നോളും. ഇതാ കണ്ടോ, നല്ല കാരമലൈസ്, നല്ല ഡാർക്ക് കളറൊന്നും ആവാൻ നിൽക്കേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഈ 4 പീസ് ബ്രെഡും അതിലോട്ടിട്ട് കൊടുക്കാം. ഇതാ കണ്ടോ, ഒന്ന് തീ കുറച്ച് വെക്കണേ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൊരിയിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ഒന്നും മൊരിഞ്ഞെന്ന് നമുക്ക് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 പീസ് ബ്രെഡ് മറിച്ചിട്ടതിന് ശേഷം മറ്റേ 2 പീസ് ബ്രെഡ് അതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. ഓക്കെ, പുറത്തേക്ക് കമഴ്ത്തി വയ്ക്കാം. അപ്പോൾ അതായത് നമുക്ക് നല്ല യമ്മി ആയിരിക്കും. അത് മാത്രമല്ല ഫില്ലിങ്ങും ഉണ്ടാവും. ഈ 2 പീസ് ബ്രെഡ് കഴിക്കുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. നോർമൽ പാലാണ്, ഞാൻ മിൽമയുടെ പാല് മേടിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ബ്രെഡ് തന്നെ അതിനെ ഫുൾ അബ്സോർബ് ചെയ്തെടുക്കണ്ടോ, കറക്റ്റായിട്ട് അബ്സോർബ് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടേ, നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ കഴിക്കാനായിട്ട്. കുറച്ച് നെയ്യും കൂടി കുറച്ച് തേനും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേനും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് തേനിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കണം. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്